ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക തോരനാണ്. ഈ തോരൻ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെണ്ടയ്ക്കയിൽ വഴുവഴുപ്പൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനുള്ള വെണ്ടയ്ക്കയാണിത്. അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ പുറമെല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം. നമുക്കറിയാം വെണ്ടയ്ക്കൊരു വഴുവഴുപ്പുണ്ട്. നമ്മൾ കഴുകിയ വെള്ളത്തോടെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുവഴുപ്പ് ഒന്നും കൂടെ കൂടും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വേണം അരിയാനായിട്ട്. ഇപ്പോൾ വെണ്ടയ്ക്ക നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നെട്ടും അടിഭാഗം ഒന്ന് മുറിച്ച് മാറ്റണം. അതിന് ശേഷം വെണ്ടയ്ക്ക രണ്ടായി പിളർന്നതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് കത്തിയിൽ ഇങ്ങനെ വഴുവഴുപ്പ് പോലെ വരും. അത് നമുക്ക് ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ച് മാറ്റണം. ഇപ്പോൾ വെണ്ടയ്ക്കയെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം കൂടി ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് വെണ്ടയ്ക്കയിൽ പിടിക്കുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി വെണ്ടയ്ക്ക കുക്ക് ചെയ്യണം. നമ്മൾ ഈ വെണ്ടയ്ക്കയിൽ വെള്ളമൊന്നും വേറെ ചേർക്കുന്നില്ല. പിന്നെ മൂടി വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് മൂടി മാറ്റി ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെണ്ടയ്ക്ക മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 7 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പീരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങാപ്പീര ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങാപ്പീര ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിനുശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇനി മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ തോരൻ പാകമായി വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ഒട്ടും അറിയയില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ രുചികരമായൊരു തോരനാണിത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.